വെൽക്കം ടു കോലൻ ക്ലാസ്. ഇന്ന് നമ്മൾ കുറച്ച് കോപ്പറേഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DV file is maintained by dash type of societies. Options are A. Consumer societies, B. Agriculture and Rural Development Bank, C. Marketing societies, and D. Housing societies. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റികളാണ്, ഏത് സൊസൈറ്റി എന്നല്ല ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. എന്താണ് ഈ DV ഫയൽ എന്ന് പറയുന്നത്? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ, അതിനെയാണ് DV ഫയൽ എന്ന് പറയുന്നത്. DV ഫയൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് അല്ലേ, നമ്മുടെ PCRDBകൾ കീപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണെന്ന്. അപ്പോൾ നമുക്കറിയാം, ലോങ് ടേം സ്ട്രക്ചറിൽ വരുന്ന അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളാണ് എന്ത്, നമ്മുടെ അപ്പെക്സ് ആയിട്ട് വരുന്ന കേസ് കാർഡും ലോവർ ആയിട്ട് വരുന്ന PCRDB. അപ്പോൾ ഈ PCRDBയിലാണ് എന്ത് നമ്മൾ കൊടുക്കുന്നത്, ലോണിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷൻ ഫോമും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റീസും ഒക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഫയലാണ് ആക്ച്വലി ഒരു ഫയലാണ്. അപ്പം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സെക്യൂരിറ്റീസ് കൊടുക്കും ഇല്ലേ, നമ്മുടെ ആധാരവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാല്യുവേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കും. ഇതെല്ലാം എന്ത് ചെയ്യും, ഈ DV ഫയലിലാണ്, നമ്മുടെ പേരിലാണെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ആ ഫയലിലാണ് ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ ഈ റീപേയ്മെന്റ് എല്ലാം അടച്ച് നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫയലും അവർ ക്ലോസ് ചെയ്യും, ഈ DV ഫയലും അവർ ക്ലോസ് ചെയ്യും. കാരണം സെക്യൂരിറ്റീസ് എല്ലാം റിലീസ് ചെയ്തല്ലോ. നമുക്ക് ഈ തിരിച്ച് നമ്മുടെ ടൈറ്റിൽ ഡീഡും, അതായത് നമ്മുടെ ആധാരവും എൻകുംബ്രൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബാധ്യത സർട്ടിഫിക്കറ്റും ഒക്കെ അവർ തിരിച്ചു തരും. അത് തിരിച്ചു തരുമ്പോൾ ഈ DV ഫയലും ക്ലോസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഫയൽ, ഒരു ഫയലാണ്. ആ ഫയലിൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ ഡീറ്റെയിൽസും, ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും ടൈറ്റിൽ ഡീഡും എൻകുംബ്രൻ സർട്ടിഫിക്കറ്റും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും എല്ലാം അതിൽ കാണും. അപ്പോൾ ഇത് കീപ്പ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്, നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് ആർ A. NCDFI, B. NDCF, C. NDDB, ആൻഡ് D. NABARD. ക്വസ്റ്റ്യൻ എന്താണ്, ഡയറി കോപ്പറേറ്റീവ്സിന്റെ നാഷണൽ ഫെഡറേഷനെ എന്ത് പേരിലാണ് അറിയപ്പെടുക? ഏതാണ്? ഓപ്ഷൻ A. NCDFI. അപ്പൊ എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ? 1970 ഡിസംബർ 7 ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു നാഷണൽ ഫെഡറേഷനാണ് എന്ത്, നമ്മുടെ NCDFI എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഡയറി സെക്ടറിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, ഈ NCDFI, നാഷണൽ ഫെഡറേഷൻ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഫെഡറേഷനാണ് എന്ത്, നമ്മുടെ NCDFI. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആനന്ദിലാണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് 4 ഡയറി കോപ്പറേറ്റീവ്സ് ആയി മാറുന്ന വർഷം 1984. 27 സ്റ്റേറ്റ് മിൽക്ക് ഫെഡറേഷൻസ് ഇതിന്റെ കീഴിൽ ഉണ്ട്. എത്ര ഉണ്ട്? 27 സ്റ്റേറ്റ് മിൽക്ക് ഫെഡറേഷൻ. ഓരോ സംസ്ഥാനത്തെയും ചേർന്ന് 27 സ്റ്റേറ്റ് മിൽക്ക് ഫെഡറേഷൻ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്കിങ് ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ഇൻ. ഓപ്ഷൻസ് ആർ A. കൺസ്യൂമർ സ്റ്റോർ, B. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, C. PACS, ആൻഡ് D. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൺസ്യൂമർ സ്റ്റോറിലാണോ, അതോ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലാണോ, പാക്സിലാണോ, സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണോ? ആൻസർ ഈസ് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ടിന് വേറൊരു പേരുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. എന്താണത്? നമ്മൾ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മുൻകൂട്ടി തന്നെ നമ്മൾ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും അല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലോൺ റിക്കവറീസ്. ലോണ്, അതായത് ലോൺ തുക ഓരോ മെമ്പേഴ്സും തിരിച്ചടക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് തുക എടുത്ത് മാറ്റിവെക്കും, തിരിച്ച് ഈ ഡിബഞ്ചർ റെഡീം ചെയ്യാന്ന് പറഞ്ഞാൽ ടു റീപേ, തിരിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിക്കുക, ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലോൺ റിക്കവറീസ് ആണ്, നോട്ട് ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നല്ല. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ചോദിച്ചിട്ടുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതിൽ നിന്നാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്?
അപ്പം അതിൽ ഫ്രം നെറ്റ് പ്രോഫിറ്റ്, ഫ്രം ലോൺ റിക്കവറീസ്, ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫ്രം ലോൺ റിക്കവറീസ് ആണ്. നോട്ട് ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അല്ല. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്നും ഇതിനെ അറിയപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള സിങ്കിങ് ഫണ്ടും ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടും ഏത് ടൈപ്പ് സൊസൈറ്റികളാണ്? സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്.